വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് AIBEA 2 ദിവസത്തെ പണിമുടക്ക് സമരം ആരംഭിച്ചു. കണ്ണൂർ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മുൻ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങൾ അത് ന്യായമല്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളും സമരങ്ങളുടെ ചരിത്രവും പാരമ്പര്യവും അവർ പറയും. എന്നാൽ ആവശ്യങ്ങൾക്കാണോ? ഇന്ന് ആവശ്യങ്ങൾ അനവധിയാണ്. 8 വർഷത്തിലധികമായി ഒരു ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ ഭരിക്കുന്നു. ആ ഭരണം കൊണ്ട് ഭരണത്തിന് നേതൃത്വം നൽകുന്നവർക്കല്ലാതെ മറ്റൊരു വിഭാഗത്തിനും ഒരു നേട്ടവുമില്ല എന്ന് മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഭരണകൂടമായി മാറിയിരിക്കുന്നു. ആ ഭരണകൂടത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള മറ്റു പല സംവിധാനങ്ങളും അതും അതിനപ്പുറമായി നിൽക്കുന്നു എന്നതാണ് അവസ്ഥ. അതുതന്നെയാണ് കേരള ബാങ്കിലും, അതുതന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലായാലും അധ്യാപകരുടെ കാര്യത്തിലായാലും എന്ന് വേണ്ട എല്ലാ മേഖലയും സർവ്വമേഖലയും ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന നിലയിലേക്ക് നിൽക്കുന്നു. ഇപ്പൊ സമരം ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? ആ സമരം എന്ന് പറയുന്നത് കേവലം കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിലെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല. കേരള ബാങ്കിലെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സംഘടന സമരം ചെയ്ത് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അത് കൈപ്പറ്റാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ. അവരാണ് ഇതിന്റെ പിന്നിൽ. ഇത് വിജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരാണ്. ഒഴിവുകൾ നികത്തുക, 4 വർഷത്തെ DA കുടിശ്ശിക അനുവദിക്കുക, 5 മാസം മുമ്പ് തന്ന മന്ത്രിതല ചർച്ചയിലെ ഉറപ്പുകൾ നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. AK സതീശൻ അധ്യക്ഷത വഹിച്ചു. മനോജ് കൂവേരി, P സുനിൽകുമാർ, ഹഫ്സ മുസ്തഫ, TP സാജിദ്, KP പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. അജയ് P നായർ, പ്രിയ P, V മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി.